നിങ്ങളൊരു റീല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യണം, പക്ഷെ അത് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഒരു സ്റ്റേറ്റിലല്ല ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേവ് പാറ്റേൺസിലാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ ഉള്ളിൽ ഹീലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഡെൽറ്റ വേവ് പാറ്റേണിലാണ് നമ്മുടെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി റീകോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ അടുക്കി വെക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന തീറ്റ വേവ് പാറ്റേൺസിലാണ്. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ഒരു സമയം, ഫിസിക്കലി മെൻ്റലി നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് ആൽഫ വേവ് പാറ്റേണിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന സമയത്ത് കോൺഷ്യസ് ആയി ചിന്തിക്കുക അല്ലെങ്കിൽ കേൾക്കുക, കാണുക. ഈ സമയത്തൊക്കെ ബീറ്റ വേവ് പാറ്റേൺസിലാണ് നമ്മുടെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി വളരെ ഡീപ്പ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഗാമ വേവ് പാറ്റേൺസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ബ്രെയിനിനെ ഈ ഒരു നമുക്ക് വേണ്ട ഒരു വേവ് പാറ്റേണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ തീറ്റ വേവ്സ് നമുക്ക് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. യെസ്, ബൈനോറൽ ബീറ്റ് ജനറേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. TM Soft എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വേവ്സ് എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ഒരു ബേസ് ഫ്രീക്വൻസിയും ഒരു ബീറ്റ് ഫ്രീക്വൻസിയും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള വേവ് പാറ്റേൺസിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കേൾക്കേണ്ടത്. ഇത് കേൾക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എൻട്രെയിൻമെന്റ് അല്ലെങ്കിൽ ന്യൂറൽ എൻട്രെയിൻമെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുക. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബീറ്റിനനുസരിച്ച്, ഇപ്പോൾ തീറ്റ വേവ് ബീറ്റാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ആ വേവ്സിലേക്ക് സിങ്ക്രണൈസ്ഡ് ആവും. നമ്മുടെ ബ്രെയിനിൽ ഈ തീറ്റ വേവ്സ് പതുക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് എന്താവും, ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറും. സോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് മറക്കണ്ട, ബൈനോറൽ ബീറ്റ് ജനറേറ്റർ എന്നാണ്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ വേവ്സ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.